ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് അരി വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളം കളഞ്ഞ ശേഷം നമുക്ക് നല്ല വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം അരി വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു 1/4 ഭാഗം വേവാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ദേ എൻ്റെ അരി 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി വാർത്ത് വെക്കേ. വെള്ളം പോയതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം കേട്ടോ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായ മുട്ട പൊരിച്ചെടുക്കാം. ഞാൻ 4 മുട്ടയാണ് കേട്ടോ ഫ്രൈഡ് റൈസിലേക്ക് എടുക്കുന്നത്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഈ മുട്ട നന്നായിട്ട് പൊരിച്ചെടുക്കാം. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് വിത്തൗട്ട് സോസാണ്. സോയാ സോസും ചില്ലി സോസും ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് കുരുമുളക് പൊടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. മുട്ട ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഒനിയൻ, പിന്നെ ജിഞ്ചർ ഗാർലിക്. എനിക്ക് സ്പ്രിംഗ് ഒനിയൻ കിട്ടിയിട്ടില്ല, അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ പച്ചക്കറികളായിട്ട് എടുത്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറിൽ ഉപ്പിട്ടിട്ടുണ്ട്. പച്ചക്കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉടഞ്ഞു പോവാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊരിച്ച് വെച്ച മുട്ടയും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഹലോ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.